അപ്രതീക്ഷിതമായ തീപിടുത്തത്തിന്റെ ഞെട്ടലിലാണ് തളിപ്പറമ്പ് നഗരം. സാങ്കേതികത്വത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് ദുരിതബാധിതർക്കുള്ള ധനസഹായം വൈകിപ്പിക്കരുതെന്നും 2 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നും MLA ഗോവിന്ദൻ മാസ്റ്റർ. തളിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിൽ വ്യാഴാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സംസ്ഥാനത്തുണ്ടായ സമാന ദുരന്തങ്ങൾക്ക് തുല്യമായ പാക്കേജ് അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ പരിഗണിക്കുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ MLA. അഗ്നിബാധ പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ ചേർന്ന വിവിധ വകുപ്പ് മേധാവികളുടെയും വ്യാപാരികളുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചതായും MLA പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് തളിപ്പറമ്പിൽ സംഭവിച്ചത്. 100-ലേറെ കടകളാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത്. ഒരാഴ്ചക്കകം എല്ലാ വ്യാപാരികളിൽ നിന്നും നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിക്കും. നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ സാങ്കേതികത്വം ഒഴിവാക്കി ദുരന്തബാധിതർക്ക് അനുകൂലമായ നടപടികൾ എടുക്കണമെന്ന് MLA ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. വ്യാപാരികൾ പറയുന്നത് സർക്കാർ മുഖവിലേക്കെടുക്കും. അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നു. ആ യോഗത്തിനെ തുടർന്ന് ഇതിനെതിരായ വ്യാപാരി വ്യവസായികളുടെയും ജീവനക്കാരുടെയും 400ഓളം ജീവനക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അവരെല്ലാം ദിവസക്കൂലി അടിസ്ഥാനപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ള ജീവനക്കാരും ഒക്കെ അവരെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം തന്നെ കൈകാര്യം ചെയ്യണം. മുഖ്യമന്ത്രിയെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചിരുന്നു. നമുക്ക് കേരളത്തിലെ മറ്റ് ചില മേഖലകൾ ഇതുപോലെ തന്നെയുള്ള നാശനഷ്ടം അഗ്നിക്കിരയായിട്ടുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും. ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് 2-3 ദിവസം കൊണ്ട് എല്ലാ ആളുകളുടെയും അപേക്ഷ എഴുതി വാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം. തീപിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം. സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് എല്ലാ കാലത്തും മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം. അവരെ അവിടെ പുനരധിവസിക്കാൻ സാധിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വ്യാപാര സമുച്ചയങ്ങളിലെ 100-ലേറെ കടകളിൽ ജോലി ചെയ്തിരുന്ന ഭിന്നശേഷിയുള്ളവർ ഉൾപ്പെടെയുള്ള 400-ലേറെ തൊഴിലാളികളുടെ പുനരധിവാസം പരിഗണിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരമാവധി സഹായം ദുരന്തബാധിതർക്ക് നൽകാൻ ശ്രമിക്കും. അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, ജില്ലാ ഭരണകൂടം, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിച്ച നാട്ടുകാർ എന്നിവരെ അഭിനന്ദിക്കുന്നതായും MLA പറഞ്ഞു. ജീവാപായം ഒഴിവാക്കാനും അഗ്നിബാധ കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നത് തടയാനും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിച്ചുവെന്നും MLA പറഞ്ഞു. കൂടാതെ തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിൽ ഹൈഡ്രന്റുകൾ സ്ഥാപിക്കാൻ MLA ഫണ്ടിൽ നിന്ന് 14 ലക്ഷം രൂപ അനുവദിച്ചതായും MV ഗോവിന്ദൻ മാസ്റ്റർ MLA അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ SP ഉൾപ്പെടെ റൂറൽ SP ഉൾപ്പെടെ എല്ലാവരും കണ്ണൂർ ജില്ല മാത്രമല്ല ഏറ്റവും ഫോഴ്സുള്ള നമുക്ക് തീ അണക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം എയർപോർട്ടിനാണ് ഉണ്ടായിരുന്നത്. അവരുൾപ്പെടെ കാസർഗോഡ് ജില്ലയുടെ ഈ മേഖലയിലുള്ള സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്ന് 10-14 യൂണിറ്റുകൾ അഹോരാത്രം നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള വളരെ ഫലപ്രദമായ ഒരു പ്രതിരോധത്തെ തുടർന്നാണ് ഇന്നത്തെ തളിപ്പറമ്പിൽ ഇന്ന് നിലനിൽക്കുന്ന പോലെ നിലനിൽക്കാൻ സാധിച്ചു. ഈ അണക്ക് മാത്രമല്ല, ഈ പടരുന്നതിന് ഒരു തരത്തിലുള്ള സൗകര്യവും കൊടുക്കാത്ത മുൻകരുതലെടുക്കുകയും ചെയ്തപ്പോഴാണ്
നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നേട്ടം. ഇത്ര വലിയൊരു അപകടം സംഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും മൂന്നാമത്തെ നിലയിലും ഒക്കെ. ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല, ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. അത് ഈ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, ഇവരെല്ലാം ഇവിടെ തന്നെ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്കെല്ലാം വേണ്ടി ഞാനിവിടെ സൂചിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. തീപിടുത്തമുണ്ടാകുമ്പോൾ പൊതുജല വിതരണ പൈപ്പുകളിൽ നിന്ന് നേരിട്ട് വെള്ളമെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഹൈഡ്രന്റുകൾ. ധർമ്മശാല ഇൻഡസ്ട്രിയൽ ഏരിയ, തളിപ്പറമ്പ് ടൗൺ, കാക്കത്തോട്, കാഞ്ഞിരങ്ങാട്, നാടുകാണി, കൂനം എന്നീ സ്ഥലങ്ങളിലായാണ് ഹൈഡ്രന്റുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നത്. നാടിനെ നടുക്കിയ തീപിടുത്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകളുടെ പൂർണ്ണ സഹായമുണ്ടായിരുന്നു. ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയുണ്ടെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് KS റിയാസ് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു യോഗം ചേരുകയും ഇവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രയത്നം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ MLA ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ആളുകളും മുനിസിപ്പാലിറ്റിയുടെ ആളുകളും പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിന്റെ ആളുകളൊക്കെ ഇന്ന് ഇരിക്കുകയും ഞങ്ങൾ മനസ്സിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ MLA പാസ്സാക്കി തന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ ഈ ഒരു സംഭവം നടന്നതിന് നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അഗ്നിക്കിരയായ സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ഒരുപാട് പാക്കേജുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. ആ പാക്കേജുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നത് നമ്മൾ ആവശ്യപ്പെടാൻ പോയത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ MLA ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു പാക്കേജ് നടപ്പിലാക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു പാക്കേജ് എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കണ്ടച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾക്കറിയാം ഇന്ന് ഉപജീവനം തേടുന്നതിനും നമ്മുടെ നാടുകളിൽ സംഭാവന നൽകുന്നതിനും നമ്മുടെ നാടിന്റെ വികസനത്തിനും എന്തിനേറെ പറയുന്നു സർക്കാരിന്റെ ഖജനാവ് അടക്കം ചലിപ്പിക്കുന്നത് ഇതുപോലെയുള്ള വ്യാപാരികളുടെ ചെറുകിട വ്യാപാരികളുടെ നികുതികളും സംഭാവനകളും കൂടിയാണ്. എന്ത് തന്നെയാലും നമ്മൾക്ക് ഇനി ഒറ്റൊരു ഉദ്യമം മാത്രമേ ഉള്ളൂ, ഈ പറഞ്ഞ കച്ചവട സ്ഥാപനത്തിലുള്ള വ്യാപാര സ്ഥാപനത്തിലുള്ള വ്യാപാരികളെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത്. വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി, വൈസ് ചെയർമാൻ പത്മനാഭൻ കല്ലിങ്കിൽ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി, തളിപ്പറമ്പ് RDOC K ഷാജി, തളിപ്പറമ്പ് തഹസിൽദാർ P സജീവൻ, DYSP പ്രേമചന്ദ്രൻ, ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, തൊഴിലാളികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. MV ഗോവിന്ദൻ മാസ്റ്റർ MLA, മുൻ MLAമാരായ MV ജയരാജൻ, TV രാജേഷ്, മുൻ MP KK രാകേഷ് എന്നിവരോടൊപ്പം തീപിടുത്തമുണ്ടായ വ്യാപാര സമുച്ചയത്തിൽ സന്ദർശനം നടത്തി. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇനി ഇതിൻ്റെ രജിസ്റ്റർ നോക്കുക എന്ന് പറയുന്നത് രജിസ്റ്റർ പോയിട്ടുണ്ടാവും. എല്ലാ ദിവസവും കൂടുതൽ എന്നോട് ഇപ്പോൾ പറഞ്ഞത് അന്നത്തെ കളക്ഷൻ പോലും പോയിട്ടുണ്ട്. ഇന്നലെ കിട്ടുന്ന കളക്ഷനില്ല, ആ കളക്ഷൻ ഇവിടെ പോകുന്നു. വ്യാപാരികൾ പറയുന്നത് മുഖവിൽ എടുക്കുക. അപ്പം അങ്ങനെയല്ലേ അവിടെ പറയുള്ളൂ, തെറ്റായിട്ട് പറയാൻ പോകുന്നുണ്ട്. അത് മുഖവിൽ എടുക്കുക. മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മൂലാമാരിലേക്ക് പോകാതിരിക്കുക.